ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫുൾ ഡേ മീൽ പ്ലാൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ് തയ്യാറാക്കുന്നത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മീൽ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പികളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഓട്സ് പുട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാനിൽ ഒരു ബൗൾ ഹോൾ ഓട്സ് ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഓട്സ് ഇങ്ങനെ വറുത്തെടുത്ത് പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അതിനാണ് ഇതിങ്ങനെ വറുത്തെടുക്കുന്നത്. ഇതൊരു 3 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോഴേ ഇതുപോലെ കറക്റ്റ് പൊടിയായിട്ട് കിട്ടൂ. ഈ ഒരു പരുവമാണ് പൊടിയായി കിട്ടേണ്ടത്. ഇനി ഇത് പുട്ട് മേക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയുള്ള ചിരട്ടപ്പുട്ടിൻ്റെ പുട്ട് മേക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് അല്പം തേങ്ങ ചേർക്കാം. അതിന് മുകളിലായി ഓട്സ് പുട്ടുപൊടി ഇതുപോലെ ഇങ്ങനെ കുറച്ചായി ഫിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായി ഒന്ന് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഓട്സ് പുട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ഓട്സ് പുട്ട് റെഡിയായി. ഞാനിത് ചെറുപയർ കറിയോടൊപ്പമാണ് കഴിക്കുന്നത്. അതിനായി കുക്കറിലോട്ട് ഇതുപോലെ കുതിർത്ത് വെച്ച ചെറുപയർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാളയും 2 പച്ചമുളകും പകുതി ടൊമാറ്റോയും 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി 1 അല്ലി വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ വേവിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എളുപ്പത്തിലൊരു ചെറുപയർ കറി റെഡിയായി. ഇനി ഇത് ഓട്സ് പുട്ടിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഞാൻ ലഞ്ചിനായി എന്താണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം മുരിങ്ങയില തോരനാണ് തയ്യാറാക്കുന്നത്. അതിനായി മുരിങ്ങയില ഇതുപോലെ ഒന്ന് ഉതിർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മുരിങ്ങയിലയും ഉതിർത്തെടുത്ത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അല്പം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു ചട്ടി ചൂടാവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അല്പം സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളകും ചേർത്ത് കൊടുത്തതിലേക്ക് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം മുരിങ്ങയില ചേർത്ത് ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് പെട്ടെന്ന് വെന്ത് വരും. ഇനി ഇതൊരു സൈഡിലേക്കാക്കി അതിനുശേഷം ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മുരിങ്ങയില തോരൻ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണിത്. മുരിങ്ങയില ഇങ്ങനെ വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി അടുത്തതായി ഞാനൊരു കുമ്പളങ്ങ കറി കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനായി ഒരു കുക്കറിൽ അല്പം കുമ്പളങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. കുമ്പളങ്ങ നല്ല പോലെ വെന്തുടഞ്ഞ് വേണം കിട്ടാൻ. ഇനി അല്പം പുളി ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുതിർത്ത് വെക്കാം. ഒരു മിക്സിയുടെ ജാറിൽ അല്പം തേങ്ങയും ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും ചേർത്തതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിച്ചതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേവിച്ച കുമ്പളങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളി നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം ഒന്ന് മിക്സാക്കാം. ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തിളപ്പിക്കേണ്ടതില്ല. കുമ്പളങ്ങ പുളിങ്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിൽ അല്പം ചോറെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മുരിങ്ങയില തോരനും കുമ്പളങ്ങ പുളിങ്കറിയും കൂടെ നെത്തോലി ഫ്രൈ ചെയ്തതും അല്പം നാരങ്ങ അച്ചാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഊണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറികളാണ് ഇതെല്ലാം. അതുകൂടാതെ എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഊണ് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഞാൻ ഡിന്നറിലേക്കുള്ള ഫുഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഡിന്നറിലേക്കായി ഞാൻ ചപ്പാത്തിയും എഗ്ഗ് കറിയുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഗ്ഗ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒരു സവാളയും 2 പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ അരച്ച മസാല ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം.
ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി ഒരു ഗ്രേവിയാക്കി എടുക്കണം ഇതിനെ. വെള്ളം ആവശ്യമാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അല്പം കുറുകിയ ഗ്രേവി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അല്പം കസൂരി മേത്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിത് നെടുകെ മുറിച്ച മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാ എഗ്ഗും ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് മസാലയൊക്കെ ആകുന്ന രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയും അല്പം എഗ്ഗ് കറിയും കൂടെ കുറച്ച് വെജിറ്റബിൾസും ആണ് ഞാൻ ഡിന്നറിനായി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഡിന്നറിലേക്കുള്ള റെസിപ്പിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ മെനു എല്ലാം വളരെ ഈസി ആയിട്ടുള്ള കറികളൊക്കെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. See you another recipes. Bye.